ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. 89 വയസ്സായിരുന്നു. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ദീർഘകാലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങിയതിന് പിന്നാലെയാണ് അന്ത്യം. സമാധാനമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അനുസ്മരിച്ചു. പലസ്തീൻ ഉൾപ്പെടെയുള്ള യുദ്ധക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് എന്നും മാർപ്പാപ്പ നിലനിന്നിരുന്നത്. അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ മാർപ്പാപ്പ കാര്യമായി പരിഗണിച്ചിരുന്നില്ലെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അനുസ്മരിച്ചു. വിയോഗം ലോകത്തിന് മുഴുവനും തീരാ നഷ്ടമാണ്. പാപ്പായെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പക്ഷത്ത് സഭ നിലയുറപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള വ്യക്തിയായിരുന്നു. തികച്ചും ലളിതമായ ജീവിത ശൈലിയിലൂടെ പാവങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും ലോകമെങ്ങുമുള്ള അഭയാർത്ഥികളുടെ ആശാകേന്ദ്രമായി മാറുകയും ചെയ്തു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സഭ പാവങ്ങളുടെ സഭയാകണം എന്ന് മാത്രമല്ല, സഭ തന്നെ പാവമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ ഭരണക്രമത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു. അധികാരസ്ഥാനത്തുള്ളവർ ഏകപക്ഷീയമായി എടുക്കുന്നതല്ല സഭയുടെ തീരുമാനം, മറിച്ച് സഭയുടെ തീരുമാനം കൂട്ടായ്മയുടെയും പരസ്പര യോജിപ്പിന്റേതാകണമെന്നും പാവങ്ങളുടെ പക്ഷത്ത് സഭ നിലയുറപ്പിക്കണമെന്നും മാർപ്പാപ്പ ആഗ്രഹിച്ചു. ഇതര മതങ്ങളുമായി ക്രൈസ്തവർ സൗഹൃദം സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ ആകെ തീരാനഷ്ടമെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. 1936 ഡിസംബർ 15 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് അദ്ദേഹം ജനിച്ചത്. ജോർജ് മരിയോ വെർഗോഗ്ലിയോ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര്. കെമിക്കൽ ടെക്നീഷ്യൻ ബിരുദം നേടിയ ജോർജ് മരിയോ പിന്നീട് പൗരോഹിത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. 1969 ജസ്യൂട്ട് പുരോഹിതനായി സ്ഥാനാരോഹണം ചെയ്തു. 92 ബിഷപ്പും 98 ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പുമായി. 2001 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാളായി. ശാരീരിക ആവശ്യതകൾ കാരണം ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തപ്പോൾ പിൻഗാമിയായി. 2013 മാർച്ച് 13 ആഗോള കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി സ്ഥാനാരോഹണം. കത്തോലിക്ക സഭയുടെ തലവനായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പ. ലളിതമായ ജീവിതം കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ ആകെ ശ്രദ്ധ നേടി. മതങ്ങൾക്കിടയിലെ ആശയവിനിമയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്തുണച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, യുദ്ധങ്ങൾ, വംശീയ അതിക്രമങ്ങൾ തുടങ്ങി മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം മാനവികതയുടെ പക്ഷം ചേർന്നു. വധശിക്ഷയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചു. ഗസയിലും യുക്രൈനിലും യുദ്ധത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സമാധാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു. ഉരുളുകൊണ്ടുപോയ വയനാട്ടിലെ ജീവിതങ്ങൾക്ക് വേണ്ടിയും ആ കൈകൾ ദൈവത്തിനു നേരെ നീണ്ടു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.